സങ്കീർത്തനം 6 വാക്യം. മനുഷ്യരൊക്കെയും വെറും നിഴലായി നടക്കുന്നു നിശ്ചയം. അവർ വ്യർത്ഥമായി പരിശ്രമിക്കുന്നു നിശ്ചയം. അവൻ ധനം സമ്പാദിക്കുന്നു, ആർ അനുഭവിക്കും എന്നറിയുന്നില്ല. നമ്മുടെ ചുറ്റുപാടുകളിലേക്കൊന്ന് കണ്ണോടിച്ചാൽ സകല മനുഷ്യരും പണമുണ്ടാക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്ന കാഴ്ചയാണല്ലോ നാം കാണുന്നത്. ജീവിതത്തിൻ്റെ ഏറ്റവും പ്രഥമമായ ആവശ്യം പണസമ്പാദനമാണ് എന്ന് തോന്നിപ്പോകത്തക്ക നിലയിലാണ് മനുഷ്യൻ ധനം സമ്പാദിക്കുന്നത്. പണത്തിനു വേണ്ടി നെട്ടോട്ടമോടുകയാണ്. പണമുണ്ടാക്കുന്നതിന് വേണ്ടി എന്തെല്ലാം വഴികളുണ്ടോ അതിനെപ്പറ്റി ആലോചിക്കുകയും അതിൻ്റെ പിന്നാലെ പോവുകയും ചെയ്യുന്ന ഒരു സമൂഹത്തെയാണ് നാം കാണുന്നത്. അതിന് ഏത് കുൽസിത മാർഗങ്ങളും സ്വീകരിക്കുന്ന മനുഷ്യരെയും നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ പണം സമ്പാദിക്കുകയും ആ പണം ഉപയോഗിച്ച് ഏറ്റവും വലിയ ആഡംബര ജീവിതം നയിക്കുകയും ചെയ്യുന്നതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വിജയം, ആ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യം എന്ന് മാത്രം കരുതുന്ന കോടിക്കണക്കിന് ആളുകൾ നമ്മുടെ ചുറ്റുപാടുകളിൽ അധിവസിക്കുന്നു. അങ്ങനെ പണം സമ്പാദിച്ച് സുഖിമാന്മാരായി ജീവിക്കുന്നതാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്നുവരെ ചിന്തിക്കുന്നു. അതുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്? വലിയ വലിയ മണിമേടകൾ ഉണ്ടാക്കുകയും വലിയ വലിയ ആഡംബര ജീവിതം നയിക്കുകയും ചെയ്യുന്ന ധാരാളം ആളുകൾ. പണം സമ്പാദിച്ചിട്ട് അതെന്ത് ചെയ്യണമെന്ന് അറിയാൻ സാധിക്കാതെ വല്ലാതെ വിഷമിക്കുന്ന ആളുകളും ഉണ്ട് എന്നുള്ളത് പരമാർത്ഥമായ ഒരു വസ്തുതയാണ്. എന്നാൽ ദൈവവചനം പറയുന്നത് നാം വ്യർത്ഥമായി പരിശ്രമിക്കുന്നു എന്നാണ്. മനുഷ്യൻ ധനം സമ്പാദിക്കുന്നു, ആർ അനുഭവിക്കും എന്നറിയുന്നില്ല എന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതിൻ്റെ ഉത്തമോദാഹരണങ്ങൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നു. ശതകോടീശ്വരന്മാരായിട്ടുള്ള ആളുകൾ, അവർ ധാരാളം ധനം സമ്പാദിച്ചു, വസ്തുവകകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അവർ സ്വരുക്കൂട്ടി വെച്ചു. എന്നാൽ പൊടുന്നനവെ അവർ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ ഇവരുണ്ടാക്കി വെച്ചതൊക്കെ ആരാണ് അനുഭവിക്കുന്നത് എന്നുള്ളതിനെപ്പറ്റി ആർക്കുമൊന്നും പറയുവാൻ സാധ്യമല്ല. അതാണ് ലോകം. ആഡംബര ജീവിതം നയിക്കുന്നതും വലിയ വലിയ സ്വത്ത് സമ്പാദിക്കുന്നതും ഒക്കെയാണ് ജീവിതം എന്ന് മനസ്സിലാക്കി വശായിരിക്കുന്ന ധാരാളം ആളുകൾ അവരുടെ മധ്യത്തിലാണ് നാം ജീവിക്കുന്നത്. എന്താണ് വാസ്തവത്തിൽ ജീവിതത്തിന് അർത്ഥം നൽകുന്നത്? ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? പണം സമ്പാദിക്കുക എന്നുള്ളത് മാത്രമാണോ? ഒരുപാട് പണം സമ്പാദിച്ച് വസ്തുവകകളൊക്കെ സമ്പാദിച്ച് മനോഹരമായ മണിമാളികകൾ ഉണ്ടാക്കി അതിൻ്റെ ഭംഗി ആസ്വദിച്ച് ജീവിതത്തിലെ ഒരുപാട് സുഖസൗകര്യങ്ങളിൽ മതിമയങ്ങിപ്പോകുന്ന ജീവിതമല്ല വാസ്തവത്തിൽ സാർത്ഥകമായിട്ടുള്ള ജീവിതം. എത്രമാത്രം പണം സമ്പാദിച്ചാലും വീണ്ടും വീണ്ടും സമ്പാദിക്കണമെന്നും വീണ്ടും വീണ്ടും ഈ ലോകത്തിൻ്റെ ആഡംബരങ്ങളിൽ മതിമയങ്ങിപ്പോകണമെന്നുമൊക്കെ ആഗ്രഹിക്കുന്ന ആ ആഗ്രഹങ്ങളുണ്ടല്ലോ, അതൊരിക്കലും അവസാനിക്കുന്നില്ല. അതുകൊണ്ടാണ് പണ്ട് കവി പാടിയത് 10 കിട്ടുമ്പോൾ 100 ഉണ്ടാക്കണമെന്നും 100 കിട്ടുമ്പോൾ വീണ്ടും അത് സഹസ്രമാക്കണമെന്നും. അങ്ങനെ അങ്ങനെ മനുഷ്യൻ്റെ ആഗ്രഹം വർദ്ധിച്ചു വർദ്ധിച്ചു വരികയാണ്. അതിനൊരു കുറവും ഉണ്ടാകുന്നില്ല. ആഡംബര ജീവിതമാണ് മനുഷ്യരുടെ സ്വപ്നമെന്ന് പറയുന്നത്. എന്നാൽ വാസ്തവത്തിൽ നമ്മുടെ ചുറ്റുപാടുകളിലുള്ള എല്ലാ മനുഷ്യരുടെയും അവസ്ഥകൾ കാണുവാനും അറിയുവാനും മനസ്സിലാക്കുവാനും ശ്രമിക്കുമ്പോഴാണ് ഈ ആഡംബര ജീവിതമല്ല വാസ്തവത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്നുള്ളത് ചിന്തിക്കുവാനും അറിയുവാനും നമുക്കിടയായിത്തീരും. ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്ന കാഴ്ച പരമദയനീയമാണ് എന്നുള്ളത് നാം ഓർക്കണം. ഈ ആഡംബര ജീവിതം നയിക്കുമ്പോൾ
ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കുകയില്ല. നമ്മുടെ ചുറ്റുപാടുകളിൽ പാർക്കുന്ന മനുഷ്യരുടെ കഷ്ടപ്പാടുകളും ദയനീയാവസ്ഥയും കാണുവാൻ നമുക്ക് സാധിക്കുന്നില്ല. വാസ്തവത്തിൽ ആഡംബര ജീവിതം നയിക്കുന്നവരുടെ അല്ലെങ്കിൽ ശതകോടീശ്വരന്മാരുടെ സ്വത്തുവകകൾ എങ്ങനെയാണുണ്ടായത്? ആയിരക്കണക്കിന് ആളുകൾക്ക് അവരുടെ ജീവിതത്തിന് ആധാരമാകേണ്ടുന്ന പണം ചിലരിലേക്ക് മാത്രമായി കേന്ദ്രീകരിക്കുമ്പോഴാണ് ശതകോടീശ്വരന്മാരുണ്ടാകുന്നത്. അങ്ങനെ ശതകോടീശ്വരന്മാർ അവരുടെ ജീവിതത്തെ മനോഹരമാക്കുകയും ആഡംബര ജീവിതത്തിൽ അവർ സന്തോഷിക്കുകയും ചെയ്യുമ്പോൾ മറ്റുള്ള ആയിരക്കണക്കിന് ആളുകളുടെ സ്വപ്നങ്ങളെയാണ് തകർത്ത് തരിപ്പണമാക്കുന്നതെന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് കുടികൊള്ളുന്നതെന്ന് മഹാത്മാഗാന്ധി ഒരിക്കൽ പ്രസ്താവിച്ചിട്ടുണ്ട്. ഈ ഗ്രാമങ്ങളിലൂടെ പോകുമ്പോഴാണ് ഗ്രാമവാസികളുടെ പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങൾ നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം വടക്കേ ഇന്ത്യയിലെ ചില ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കുവാൻ എനിക്ക് അവസരം ലഭിച്ചു. അപ്പോഴാണ് വാസ്തവത്തിൽ മനുഷ്യൻ എത്രമാത്രം കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത് എന്നുള്ളത് തിരിച്ചറിയുവാൻ എനിക്ക് സാധിച്ചത്. വടക്കേ ഇന്ത്യൻ ഗ്രാമങ്ങളിൽ വാസ്തവത്തിൽ നാം ഒന്ന് സഞ്ചരിച്ചു നോക്കുമ്പോൾ എത്രമാത്രം പരിമിതമായ സാഹചര്യങ്ങളാണ് അവർ ജീവിക്കുന്നത് എന്ന് കാണുവാൻ കഴിയും. ഇവർ മനുഷ്യർ തന്നെയാണോ എന്ന് പലപ്പോഴും നാം സംശയിച്ചു പോകത്തക്ക നിലയിൽ അവരുടെ ജീവിത സാഹചര്യങ്ങൾ എത്രയോ പരിമിതമായിട്ടുള്ളതാണ്. വീടുകളെന്ന് പറയുവാൻ സാധ്യമല്ലാത്ത കുടിലുകളിലാണ് പലരും താമസിക്കുന്നത്. അവരുടെ മൃഗങ്ങളും അവരുടെ കന്നുകാലികളും ഒക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ വാസമുറപ്പിക്കുന്നു. അതിനോട് ചേർന്നാണ് ഈ മനുഷ്യജീവികളും താമസിക്കുന്നത്. അവരുടെ ഭക്ഷണ പദാർത്ഥങ്ങളും അവരുടെ ജീവിത സന്ധാരണ മാർഗങ്ങളും എല്ലാം നാം നോക്കുമ്പോൾ എത്രയോ പരിമിതമായിട്ടുള്ള, എത്രയോ താഴ്ന്ന സാഹചര്യത്തിലൂടെ അവർ ജീവിക്കുന്നു. അവർക്ക് ഈ ഉല്ലാസ ജീവിതത്തെ സംബന്ധിച്ചോ ആഡംബര ജീവിതത്തെ സംബന്ധിച്ചോ ഒന്നും അറിയില്ല. അവർക്കതറിയേണ്ടുന്നതായ ആവശ്യമില്ല. പക്ഷേ അവർ ജീവിക്കുകയാണ്. അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ അവർ ജീവിക്കുന്നു. അവർ അതിൽ സന്തോഷിക്കുവാൻ ആഗ്രഹിക്കുന്നു, സംതൃപ്തരാകുവാൻ ആഗ്രഹിക്കുന്നു. നമ്മെപ്പോലെ തന്നെ ഉള്ള മനുഷ്യർ, മജ്ജയും മാംസവുമുള്ള മനുഷ്യർ, അവരുടെ ജീവിത സാഹചര്യങ്ങൾ എത്രയോ പരിമിതമായിട്ടുള്ളതാണ്. അവരുടെ വീടുകളിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ ഞാൻ മുൻപേ ഓർപ്പിച്ചതുപോലെ ഇത് വീടുകൾ തന്നെയാണോ എന്ന് സംശയിക്കത്തക്ക നിലയിലുള്ള ഏറ്റവും പരിമിതമായ സാഹചര്യങ്ങളിൽ അവർ ജീവിക്കുവാൻ ശ്രമിക്കുകയാണ്. എന്നാൽ അവർ ചെയ്യുന്നതായ ജോലി നാം നോക്കുമ്പോൾ നാം അത്ഭുതപ്പെട്ടു പോകുന്നു. ചുറ്റുപാടുകളിലുള്ള സകല മനുഷ്യനും ആഹാരം കഴിക്കുന്നതിന് വേണ്ടിയുള്ള കൃഷികാര്യങ്ങളിൽ അവർ ഏർപ്പെട്ടിരിക്കുകയാണ്. അവർ നേരം വെളുക്കുമ്പോൾ തന്നെ അവരുടെ കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങുന്നു. ആ കൃഷിയിടങ്ങളിൽ അവർ ഏറ്റവും മനോഹരമായ പഴത്തോട്ടങ്ങളും പച്ചക്കറിത്തോട്ടങ്ങളും അതുപോലെ തന്നെ പാടശേഖരങ്ങളും ഉണ്ടാക്കിയെടുക്കുന്നു. അതിലൂടെ അവർ ഉണ്ടാക്കിയെടുക്കുന്നതായ ഈ ഭക്ഷണ സാധനങ്ങളാണ് ഈ ആഡംബര ജീവിതം നയിക്കുന്ന ആളുകളുടെ കരങ്ങളിലേക്ക് എത്തിച്ചേരുന്നത്. ആഡംബര ജീവിതം നയിക്കുന്നവരുടെ ജീവൻ കിടക്കുന്നതിന് കാരണമായി തീരുന്നത് ഈ ആഡംബര ജീവിതം എന്തെന്നറിഞ്ഞിട്ടില്ലാത്ത പട്ടിണിപ്പാവങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലമായി ഉണ്ടാക്കുന്ന ഈ കാർഷിക വസ്തുക്കൾ തന്നെയാണ്. പ്രിയമുള്ളവരെ, ആരാണ് വാസ്തവത്തിൽ ജീവിക്കുന്നത്? ഈ ആഡംബര ജീവിതം നയിക്കുന്ന മണിമേടയിൽ ഇരിക്കുന്നവരാണോ, അതോ അവരുടെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി പകലന്തിയോളം പാടശേഖരങ്ങളിൽ പണിയെടുക്കുന്ന ഈ മനുഷ്യ കോലങ്ങളാണോ എന്നുള്ളത് നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ദൈവവചനം പറയുന്നു, മനുഷ്യരൊക്കെയും വെറും നിഴലായി നടക്കുന്നു നിശ്ചയം. അവർ ധനം സമ്പാദിക്കുന്നു, വ്യർത്ഥമായി ധനം സമ്പാദിക്കുന്നു നിശ്ചയം. ആർ അനുഭവിക്കും എന്നറിയുന്നില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ്? ജീവിതം എപ്പോഴാണ് അർത്ഥപൂർണമായി തീരുന്നത്? ഏറ്റവും വലിയ ആഡംബര ജീവിതം നയിക്കുന്നവരും അവരുടെ ജീവിതം വിരസമായി അവർക്ക് തോന്നാം. എല്ലാ ആഡംബരങ്ങളും വിരസമായി തോന്നുമ്പോൾ ജീവിതം വളരെയേറെ വിരസമായി അവർക്ക് അനുഭവപ്പെടുന്നു. അപ്പോൾ അവർ ദൈവമില്ല എന്ന് പറയുന്നു, ദൈവമല്ല ഇതൊന്നും തന്നതെന്ന് പറയുവാൻ ശ്രമിക്കുന്നു. എന്നാൽ വാസ്തവത്തിൽ ജീവിതത്തെ അർത്ഥപൂർണമാക്കുന്നത് എന്താണ്? ക്ഷണികമായ ആയുസ്സിൽ ദൈവത്തെ കണ്ടെത്തുന്നതും ദൈവത്തിൽ ആശ്രയിക്കുന്നതും
ദൈവത്തിൻ്റെ വകയായിത്തീരുന്നതും ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതും ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നതും അങ്ങനെ അനുഗ്രഹകരമായ ഒരു ബന്ധത്തിലൂടെ ദൈവവുമായി അടുത്ത് ചേർന്ന് ജീവിക്കുന്ന ജീവിതമാണ് ഏറ്റവും അർത്ഥപൂർണമായ ജീവിതം. അതിന് ആർക്കാണ് സാധിക്കുന്നത്? 14-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത് പോലെ, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ യഹോവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു എന്നെഴുതിയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തെ അർത്ഥപൂർണമാക്കുന്നത് നാം ദൈവത്തെ അന്വേഷിക്കുമ്പോഴാണ്. ദൈവത്തെ അന്വേഷിക്കാതെ ദൈവത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ജീവിതത്തിൻ്റെ മനോഹരമായ ആഡംബരങ്ങളിൽ മാത്രം മുഴുകി ജീവിക്കുന്നുവെങ്കിൽ ആ ജീവിതം ഏറ്റവും നിരർത്ഥകമായി തീർന്ന്, ജീവിതം വിരസമായി തീർന്ന്, ആർക്കും പ്രയോജനമില്ലാതെ സ്വയമായി നശിച്ചു പോകുന്നു എന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. എന്നാൽ ദൈവത്തിലേക്ക് അടുത്തു വരുന്നതായ ഒരു മനുഷ്യൻ വ്യർത്ഥമായി പണം സമ്പാദിച്ച് ലോകത്തിൻ്റെ ആഡംബര ജീവിതം നയിക്കുന്നതിലല്ല ജീവിതത്തിൻ്റെ ലക്ഷ്യമിരിക്കുന്നതെന്നുള്ളത് തിരിച്ചറിയുകയും വലിയവനായ ദൈവത്തെ ഭയഭക്തി ബഹുമാനങ്ങളോടെ ആരാധിച്ച് മഹത്വപ്പെടുത്തി ചുറ്റുപാടുമുള്ള മനുഷ്യൻ്റെ അവസ്ഥ എന്തെന്ന് കാണുവാനും അറിയുവാനും മനസ്സിലാക്കുവാനും ശ്രമിച്ച് അങ്ങനെ മറ്റുള്ളവരെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്ത് ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തി ജീവിക്കുന്ന അനുഗ്രഹകരമായൊരു ജീവിതത്തിൻ്റെ ഉടമയായിത്തീരുന്നതാണ് വാസ്തവത്തിൽ സാർത്ഥകമായ ജീവിതം എന്നുള്ളത് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ആകുവാൻ ദൈവം നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഈ ദൈവത്തെ എങ്ങനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്? ഒരു മനുഷ്യനും തൻ്റെ നഗ്നമായ നേത്രങ്ങൾ കൊണ്ട് ദൈവത്തെ കണ്ടെത്തുവാൻ സാധ്യമല്ല. എന്നാൽ വലിയവനായ ദൈവത്തെ കാണുവാൻ ദൈവം ഒരുക്കിയ വഴി കർത്താവായ യേശുക്രിസ്തുവാണെന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ബൈബിൾ ഇങ്ങനെ പറയുന്നു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിനെ ആര് കണ്ടെത്തുന്നുവോ ആ യേശുക്രിസ്തുവിലൂടെ പിതാവാം ദൈവത്തെ കാണുവാൻ സാധിക്കുന്നു എന്ന് ദൈവവചനം നമ്മെ സ്പഷ്ടമായി അറിയിക്കുന്നു. അങ്ങനെ നമ്മുടെ ജീവിതത്തെ സാർത്ഥകമാക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇന്നത്തെ ദിവസം ആ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ ദൈവം നമ്മെ ഇടയാക്കട്ടെ. ആ ദൈവം നമ്മെ അനുഗ്രഹിക്കുന്ന, സഹായിക്കുന്ന, നമ്മെ കരം പിടിച്ച് നടത്തുന്ന ദൈവമാണ്, നമ്മെ സ്നേഹിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തിൻ്റെ അരികിലേക്ക് ചെല്ലാം. ഇന്നത്തെ ദിവസം അനുഗ്രഹമായി തീരട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, അനുഗ്രഹകരമായ ഈ ദിവസത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്ന് രാവിലെ ഉണരുവാൻ ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളുടെ ചുറ്റുപാടുകളിലേക്ക് നോക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ ആഡംബരത്തിൽ മാത്രം ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ആളുകളെ ഞങ്ങൾ കാണുകയാണ്. വ്യർത്ഥമായി അവർ പരിശ്രമിക്കുന്നു, ധനം സമ്പാദിക്കുന്നു, ആരനുഭവിക്കുമെന്ന് അറിയുന്നില്ല എന്ന് ദൈവവചനം ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് പോലെ വ്യർത്ഥമായ പണസമ്പാദനത്തിൽ മാത്രം ശ്രദ്ധിക്കാതെ കർത്താവെ അവിടുത്തെ അന്വേഷിക്കുവാൻ, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുടെ ഗണത്തിലായി ഇന്നത്തെ ദിവസം ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ ആശ്രയിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇന്നത്തെ ദിവസം കർത്താവെ അവിടുന്ന് കാണിച്ചു തരുന്നതായ പാതകളിലൂടെ സഞ്ചരിപ്പാൻ ഞങ്ങളെ ഇടയാക്കണമേ. അവിടുന്ന് ഞങ്ങളോട് ഉപദേശിച്ച് ഞങ്ങൾ നടക്കേണ്ടുന്ന വഴി ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തെ അർത്ഥപൂർണമാക്കുവാൻ ഞങ്ങളെ അനുവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ക്ഷണികമായ ഈ ആയുസ് കേവലം നശിച്ചു പോകുന്ന ധനസമ്പാദനത്തിൽ മാത്രം ശ്രദ്ധിച്ചു പോകാതെ അവിടുത്തെ സന്നിധിയിലേക്ക് വന്ന് അവിടുത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തി ഞങ്ങളുടെ ചുറ്റുപാടുകളിലുള്ള ആളുകളെ സ്നേഹിക്കുവാനും കരുതുവാനുമുള്ള പ്രതിബദ്ധതയോടെ ജീവിപ്പാനും കർത്താവെ അങ്ങനെ അവിടുത്തെ പ്രസാദിപ്പിച്ച് ജീവിപ്പാനും ഞങ്ങളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച് എല്ലാവരെയും അനുഗ്രഹിച്ചാട്ടെ, സഹായിച്ചാട്ടെ. ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തരണമേ. ഞങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് കേട്ടതിനായി സ്തോത്രം. ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവിന്റെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ.